സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. പകലും ഇരുളുമൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്കൊരുപാട് സങ്കടങ്ങളും ഉണ്ട്. അത്രയും സന്തോഷകരമായിട്ടാണ് നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ചെടികളും വീടും യാത്രയും കുക്കിങ്ങും ഇങ്ങനെ പോകുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ ഓരോ സമയവും നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം കടന്നു പോകുമ്പോൾ ഒരല്പം നൊമ്പരം നമ്മുടെ മനസ്സിന് ഉണ്ട്. ഇന്ന് നമ്മൾ പ്ലാന്റുകളുടെ വീഡിയോ ഒക്കെ മാറ്റിവെച്ച് ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ വിറകടുപ്പിൽ വെച്ച് അമ്മയിൽ അരച്ച് നല്ല കറിയും ചോറും ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് 2 കറിവേപ്പില പൊട്ടിച്ചെടുക്കണം. നല്ല വെയിലാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ. മഴയൊക്കെ വന്നതിന് ശേഷം കറിവേപ്പിലയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുരുമുളകും അതുപോലെ വെളുത്തുള്ളി, ചുവന്നുള്ളി, കുരുമുളക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അമ്മിയിലിട്ടാണ് അരച്ചെടുക്കുന്നത്. പഴയ കാലത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ അമ്മയിലൊക്കെ അരച്ച് ഒന്ന് പാചകം ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയുള്ള കറികളൊക്കെ. പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തക്കാളി, പച്ചമുളക് ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കുക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു വുഡൻ പാത്രങ്ങളൊക്കെ നമ്മൾ മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കുക്കിങ്ങിനൊക്കെ ആവശ്യമായ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം. കൂടുതൽ റേറ്റ് ഒന്നും ഇല്ല, അത്യാവശ്യത്തിനുള്ള റേറ്റൊക്കെ തന്നെയുള്ളൂ. മസാലകളും ഉപ്പും അതുപോലെ അരപ്പും ഒക്കെ റെഡിയാക്കി നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. പുറത്ത് അടുപ്പിൽ നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ ഉലുവ ചേർത്ത് മുളകിടാൻ പോവാണ്, ഫിഷ് മുളകിടാൻ പോവാണ്. ഇപ്പോൾ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നന്നായി മൂത്തതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആദ്യം പച്ചമുളകാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തത്. പിന്നീട് നമ്മൾ അരച്ച് വെച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് എന്നിവയെല്ലാം കൂടെ ചേർന്നത് അമ്മിയിൽ അരച്ചെടുത്ത ആ ഒരു മസാലക്കൂട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ചേർത്തു. തക്കാളിയും നമ്മുടെ അരപ്പും ഒക്കെ നന്നായി വഴന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നമ്മൾ നന്നായി വീണ്ടും മിക്സ് ചെയ്യുക. ഈ സമയത്തൊന്നും നമ്മൾ ഇതിലേക്ക് വെള്ളം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. തക്കാളി നന്നായി വഴന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തീയിലിട്ട് നമ്മൾ അടച്ച് വെച്ച് നന്നായി ഇതുപോലെ ക്രീം ആയതിനു ശേഷം അതിലേക്ക് ഒരു കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുടംപുളി ഈ ഒരു വർഷവും എനിക്ക് അനുരാധ കൊടുത്തു വിട്ടിട്ടുണ്ട്. എല്ലാ വർഷവും ഇപ്പോൾ അവൾ എനിക്ക് കുടംപുളി അയച്ചു തരുന്നതുകൊണ്ട് ഓരോ സമയത്തും ഞാൻ അവളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കുടംപുളിയും അതിലേക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ചെറിയ തീയിൽ നമ്മൾ കുറച്ച് സമയം വേവിച്ചെടുക്കണം. എങ്കിലേ ആ ഒരു മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. മീൻകറി റെഡിയാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ മീൻകറി കഴിക്കാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് ചിക്കൻ കറിയും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ കറി നമ്മൾ ഗ്യാസിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ പാചകമൊക്കെ ഏകദേശം തീർന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വെയിലൊക്കെ നന്നായി ഉദിച്ച് വരാൻ തുടങ്ങി. മഴയുടെ മൂടലൊക്കെ മാറിയിട്ട് നല്ല പ്രകാശം അടിച്ചു വരുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല. നല്ല ഭംഗിയിൽ പൂക്കൾ തരാൻ തുടങ്ങി. കൊണ്ടുവന്ന അന്ന് തൊട്ടേ പൂവുണ്ട്. നല്ല വെയിൽ കൊള്ളുകയും വേണം ഈ ഒരു പ്ലാന്റിന്.
അജേലിയ പ്ലാന്റിൻ്റെ ഒരു ചെറിയ വെർഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ. ചില ചെടികളും പൂക്കളൊക്കെ നമുക്ക് വല്ലാത്ത അട്രാക്ഷൻ ആയിരിക്കും തരിക. എനിക്ക് അതുപോലെ ഫിറ്റോണിയ ചെടി ഈ ഒരു കളറ് നല്ല ഭംഗിയാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഞാൻ ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റുമാണ്. അതേപോലെ തന്നെയാണ് ഓർക്കിഡ് ഞാൻ ഒട്ടും വളർത്താത്ത ഒരു പ്ലാന്റ് ആയിരുന്നു. ഇപ്പം ഞാൻ ഓർക്കിഡും വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഫെലനോപ്സിസും ഡെൻഡ്രോബിയും ഒക്കെ ആയിരുന്നു നമ്മുടെ സെയിലിനുണ്ടായിരുന്നത്. അതൊക്കെ ഏകദേശം ഇപ്പോൾ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി പുതിയ പ്ലാന്റ് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം. പിന്നീട് വീടിൻ്റെ അകത്തളങ്ങളൊക്കെ ക്ലീൻ ചെയ്യലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വീടൊക്കെ സെറ്റായി. എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വീട് ക്ലീൻ ചെയ്യലും അത് സെറ്റ് ചെയ്യലും ഇങ്ങനെയുള്ള ജോലികളാണ്. വീടിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യലും സെറ്റ് ചെയ്യലും എത്ര നമ്മൾ ചെയ്താലും മതി വരാത്ത സന്തോഷം തരുന്ന ഒരു ജോലിയാണ്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ബെഡ്റൂം ക്ലീൻ ചെയ്യുക, ബെഡ്ഷീറ്റ് വിരിച്ചിടുക, അവിടുത്തെ പൊടിപടലങ്ങളൊക്കെ മാറ്റുക. ഇതൊക്കെയാണ് എൻ്റെ ദിവസങ്ങളിലുള്ള സന്തോഷങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ലൈറ്റൊക്കെ ഓഫാക്കി ഇതുപോലെ നാച്ചുറൽ വെളിച്ചം അകത്തേക്ക് കയറുന്നത് നോക്കിയിരിക്കുക. നല്ല ഭംഗിയാണ്. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഈ ഒരു കർട്ടനിനുള്ളിലൂടെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് ഇങ്ങനെ വെളിച്ചം വീശും. ഇതെൻ്റെ മനസ്സിന് നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ വരാന്തയുടെ കാര്യം പറയേണ്ടതില്ല. വരാന്തയിൽ നല്ല സൗണ്ടാണ്, കിളികളുടെ സൗണ്ടും അതുപോലെ നല്ലൊരു വെളിച്ചവും ചെടികളുടെ എഫക്റ്റും എല്ലാം കൂടെ നമ്മുടെ വരാന്ത നല്ലൊരു സിറ്റിംഗ് ഏരിയയാണ് കേട്ടോ. വരാന്തയിൽ നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഉച്ചയിലേക്കുള്ള ചോറൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോറും മീൻകറിയും പപ്പടവും അതുപോലെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത തൈരും ഇതൊക്കെയാണ് ഇന്ന് കൂട്ടാനായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ചോറും കറിയൊക്കെയാണ്. തിങ്കൾ ചൊവ്വ ബുധൻ നമുക്ക് നമ്മുടെ ഓൺലൈൻ പ്ലാന്റ് സെയിലിൻ്റെ കൊറിയർ സർവീസിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ 3 ദിവസം നമുക്ക് സിമ്പിളായിട്ടുള്ള ചോറും കറിയൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ചീര മുളക് പൊട്ടിച്ച് ഇട്ട തൈര്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ തൈരാണ്. പാല് നന്നായി തിളപ്പിച്ച് ശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തൈര് ഒഴിച്ചിട്ട് നമ്മൾ നന്നായി അടച്ച് 24 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട തൈരായിട്ട് നമുക്ക് കിട്ടും. നമ്മളുണ്ടാക്കുന്ന തൈരിന് ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. തൈര്, പപ്പടം, അതുപോലെ മീൻ കറി ഉണ്ട്, ചിക്കൻ കറിയും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ വിളമ്പി അതിലേക്ക് അമ്മയിലൊക്കെ അരച്ച് മസാലയൊക്കെ ഉണ്ടാക്കി അടുപ്പിൽ കുക്ക് ചെയ്ത മീൻ കറിയൊക്കെ ഒഴിച്ച് ചോറ് കഴിക്കാൻ പോവുകയാണ്. പപ്പടം പൊരിച്ചതും ഉണ്ട് കേട്ടോ. മീൻ കറിയിലേക്ക് നമ്മൾ പപ്പടം പൊരിച്ചത് കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനിയും പുതിയ വീഡിയോസുമായി ഞാൻ വരുന്നത് വരെ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.